ഒമാന്റെ തലസ്ഥാന നഗരം ആഘോഷത്തിലലിയുന്ന മസ്കറ്റ് നൈറ്റ്സ് തുടരുകയാണ്. മസ്കറ്റ് നൈറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേദി അമീറാത്ത് പബ്ലിക് പാർക്കാണ്. മസ്കറ്റ് നൈറ്റ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നതും അമീറാത്ത് പബ്ലിക് പാർക്കിലാണ്. ഒമാന്റെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പൈതൃക ഗ്രാമമാണ് ഇവിടത്തെ പ്രധാന പ്രത്യേകത. അലി കൂട്ടായി ചേരുകയാണ്. അലി, എങ്ങനെയാണ് മസ്കറ്റ് നൈറ്റ്സ് പുരോഗമിച്ചു വരുന്നത്? ആളുകളൊക്കെ എത്രത്തോളം സന്തോഷത്തിലും ആവേശത്തിലുമാണ് ഇതിൽ പങ്കുചേരുന്നത്? മസ്കറ്റ് നൈറ്റ്സിലെ ആഘോഷങ്ങൾ തുടരുകയാണ്. 8 വേദികളിലായി നഗരത്തിലെ വിവിധ വേദികളിലായാണ് മസ്കറ്റ് നൈറ്റ്സ് ഇപ്രാവശ്യം ആഘോഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അമീറാത്ത് പബ്ലിക് പാർക്കിലാണ്. മസ്കറ്റ് നൈറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേദികളിൽ ഒന്നാണ് അമീറാത്ത് പബ്ലിക് പാർക്ക്. അത് പറയാനുള്ളൊരു കാരണം, ഒമാൻ്റെ പഴയകാല, അതായത് പൈതൃക ഗ്രാമത്തെ അമീറാത്തിൽ ഉണ്ടാക്കിയെടുത്തു എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഹെറിറ്റേജ് വില്ലേജ് ഒമാൻ എങ്ങനെയായിരുന്നു എന്ന് സ്വദേശികളെയും വിദേശികളെയും കാണിക്കുന്നതിന് വേണ്ടി, അവർക്ക് അതിൻ്റെ അനുഭവേദ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഹെറിറ്റേജ് വില്ലേജാണ് അമീറാത്ത് പാർക്കിലെ ഒരു പ്രധാന പ്രത്യേകത. ഇതിൽ തന്നെ സ്വദേശികൾക്കും വിദേശികൾക്കും, അതായത് ഒമാനിൽ ഉള്ള വിദേശികളായ ആളുകൾക്ക് ഒമാൻ എങ്ങനെയായിരുന്നു എന്നും മുൻകാലങ്ങളിൽ, അതായത് ഈ എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പ് ഒമാൻ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്ന ഒമാൻ്റെ പൈതൃക ഗ്രാമം, അതായത് മുൻകാലങ്ങളിലുള്ള ഒമാൻ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്ന പൈതൃക ഗ്രാമമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന് വിവിധ കലാപരിപാടികൾ, അതായത് ഇന്ത്യ മറ്റു രാജ്യങ്ങളിലുള്ള വിവിധ കലാപ്രകടനങ്ങൾ ഉള്ള ഒരു വേദി, സ്റ്റേജ് ഒരുക്കി എന്നുള്ളതാണ് മറ്റൊന്ന്. അതുപോലെ തന്നെ ഒമാനി കലാപരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ഘട്ടങ്ങളിലായി ഓരോ സമയത്തും വിവിധ പരിപാടികളുമായി അമീറാത്ത് പാർക്ക് നിറഞ്ഞു കവിയുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ, മസ്കറ്റ് നൈറ്റ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരിടം കൂടിയാണ് അമീറാത്തിലെ ഈ പബ്ലിക് പാർക്ക്. നമ്മളിപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ആൾക്കൂട്ടത്തെ കണ്ടാൽ തന്നെ മനസ്സിലാകും, ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന മസ്കറ്റ് നൈറ്റ്സിലെ ഒരു ഇടം കൂടിയാണ് അമീറാത്ത് പബ്ലിക് പാർക്ക്. പെട്ടെന്ന് ആളുകൾക്ക് എത്തിപ്പെടാനാവുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇത്. ഇവിടെ ഈ മസ്കറ്റ് നൈറ്റ്സ് നടക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ മസ്കറ്റ് നൈറ്റ്സിൻ്റെ അല്ലാത്ത സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു ഇടം കൂടിയാണ്. ഇപ്പോൾ മസ്കറ്റ് നൈറ്റ്സിൻ്റെ ഭാഗമായി കൂടുതൽ സ്വദേശികളും വിദേശികളും കൂടുതലായി ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. പ്രധാനമായും ഈ ഒമാൻ്റെ ഒരു ശീതകാല ഉത്സവം കൂടിയാണ് മസ്കറ്റ് നൈറ്റ്സ്. കാരണം വിൻ്റർ സീസണാണ്, കൂടുതൽ തണുപ്പുള്ള സീസണാണ്. ഈ സമയത്താണ് സ്വദേശികളും വിദേശികളും വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങുകയും അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ്, കൂടുതൽ ഒരു വിനോദ പരിപാടികളിലേക്ക് അവർ കടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് നല്ല കാലാവസ്ഥ ആസ്വദിക്കാനുള്ള ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ മസ്കറ്റ് നൈറ്റ്സ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിൻ്റർ സീസൺ തന്നെ നടത്തുന്നു എന്നതാണ് ഒരു വലിയൊരു പ്രത്യേകത. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, മീഡിയ വൺ ഈ മസ്കറ്റ് നൈറ്റ്സിൻ്റെ ഒരു മീഡിയ പാർട്ണർ കൂടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഇന്ത്യൻ ചാനൽ ആദ്യമായി മീഡിയ പാർട്ണർ ആവുന്നു എന്ന പ്രത്യേകതയും ഇപ്രാവശ്യത്തെ മസ്കറ്റ് നൈറ്റ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന മസ്കറ്റ് നൈറ്റ്സിൻ്റെ വിവിധ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ മീഡിയ വൺ കൂടുതൽ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന മസ്കറ്റ് നൈറ്റ്സ് കൂടുതൽ ആഘോഷങ്ങളിലേക്ക്, കൂടുതൽ പൊലിമകളിലേക്ക്, കൂടുതൽ വർണ്ണാഭമായി മാറുകയാണ്. അലി കൂട്ടായിയാണ് വിവരങ്ങൾ നൽകിയത്.